നമസ്കാരം. അങ്ങനെ പാകിസ്ഥാന്റെ തൊണ്ടയിൽ എല്ല് കുടുങ്ങിയ മട്ടിൽ കാര്യങ്ങൾ പുകഞ്ഞു കത്തുകയാണ്. തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യ. ഇന്ത്യയെ പോരിന് വിളിക്കുന്നത് കണ്ടാൽ തോന്നും ഇപ്പോൾ തന്നെ അങ്ങോട്ട് വിഴുങ്ങിക്കളയുമെന്ന്. സ്വന്തം രാജ്യത്ത് രണ്ടു നേരം വയറ് നിറച്ച് കഴിക്കാൻ വകയില്ലാത്ത ഒരു പറ്റം യാചകക്കൂട്ടമാണ് ഇപ്പോൾ ലോകവേദിയിൽ വന്ന് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ നടക്കുന്ന ഈ ദരിദ്രവാസികൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ കഴിയാതെ തെരുവിൽ കിടന്ന് അലയുമ്പോഴും അഹങ്കാരത്തിന്റെ മൂർത്തിഭാവത്തിനുള്ള പട്ടം ഇവർക്ക് തന്നെ സ്വന്തം. നാണം കെട്ട പാക് ഭരണത്തിന്റെ മുഖത്തേക്ക് ആളുകൾ കാർക്കിച്ചു തുപ്പുകയാണ്. ഇന്ത്യയിലെ കലാപത്തിന്റെ ചൂടും ചൂരും പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തെരുവുകളിലേക്ക് പടർന്നു പിടിക്കുമ്പോൾ ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഉറക്കമില്ലാതെ എണ്ണി രാവുകൾ വെളുപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടു നിൽക്കാൻ വല്ലാത്ത ഒരു രസമുണ്ട്. കാരണം സ്വന്തം കുഴി തോണ്ടിയവർക്ക് ഇന്ന് അതിൻ്റെ ആഴം നേരിട്ട് അനുഭവിക്കേണ്ടി വരികയാണ്. വർഷങ്ങളായി കള്ളക്കഥകളും വ്യാജപ്രചാരണങ്ങളും മാത്രം കൈമുതലായി കൊണ്ടു നടന്ന ആ ഭരണകൂടത്തിന് മുന്നിൽ ഇപ്പോൾ വഴി അടഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ കത്തുകയാണ്. ഈ നാണം കെട്ട ഭരണകൂടത്തിന് ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ കണ്ട ദൃശ്യങ്ങളും പ്രക്ഷോഭ മാതൃകകളും ഇന്ന് പാകിസ്ഥാനിലെ യുവതലമുറ കണ്ണുമടച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുത്തെ സർക്കാരിനെതിരെ ഫണ്ട് സമാഹരിച്ചും തെരുവിൽ പടയൊരുക്കം നടത്തിയും ജനങ്ങൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയതോടെ പാക് ഭരണകൂടത്തിന്റെ മുട്ടിടിക്കുന്നത് ഇവിടെ ഇരുന്നും കേൾക്കാം. ഇന്ത്യയെ കല്ലെറിയാൻ മാത്രം നടക്കുന്ന ഈ പട്ടാള ഭരണകൂടത്തിന്റെ സ്വന്തം വീട്ടിൽ തീപടർന്നിട്ട് നാളുകളായെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ അധികാര കേന്ദ്രങ്ങളിൽ വിറയൽ പടർത്തിക്കൊണ്ട് തെരുവുകൾ അണപൊട്ടിയൊഴുകുകയാണ്. സ്വന്തം പൗരന്മാരെ തോക്കിൻ മുനയിൽ നിർത്താൻ നോക്കിയ ഭരണാധികാരികളുടെ നെഞ്ചിടിപ്പ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. ഈ ജനകീയ മുന്നേറ്റം ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു. 2 ദിവസമായിട്ടുള്ള ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കൂറ്റൻ മാർച്ചും പ്രതിഷേധ പ്രകടനങ്ങളും പാക് സർക്കാരിന്റെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു. മിർപൂർ ഡിവിഷനിലും ദദ്യാദാലിനും സമ്പൂർണ്ണ പണിമുടക്കും വൻതോതിലുള്ള സമരങ്ങളും ആഹ്വാനം ചെയ്ത് യുവജനങ്ങളും അവകാശ പ്രവർത്തകരും റോഡിലിറങ്ങിയപ്പോൾ പാക് സുരക്ഷാ സേനയുടെ പിടച്ചിലും വിറയലും കാണേണ്ടത് തന്നെയാണ്. തോക്കിൻ മുനയിൽ ജനങ്ങളെ നിശബ്ദരാക്കാമെന്ന അഹങ്കാരത്തിന് ഇന്ന് വലിയ വിലയാണ് പാകിസ്ഥാൻ നൽകേണ്ടി വരുന്നത്. സാധാരണക്കാരുടെ രോഷം ഭയന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ പട്ടാളക്കാർ മാളങ്ങളിൽ ഒളിക്കുന്ന അവസ്ഥയാണ് ഇന്ന് അവിടങ്ങളിൽ സംജാതമായിരിക്കുന്നത്. ജനങ്ങളുടെ ഈ ആവേശത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഭരണ സംവിധാനം പാടെ തകർന്നടിഞ്ഞു. കഴിഞ്ഞ 1.5 മാസമായി തോക്കിന്റെ മുനയിലും ക്രൂരമായ ബലപ്രയോഗത്തിലൂടെയും ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ നോക്കിയ പാക് പട്ടാളത്തിന് ഇപ്പോൾ യുവത്വത്തിന്റെ ഈ രോഷം താങ്ങാൻ കഴിയുന്നില്ല. പ്രാദേശിക തലസ്ഥാനത്തേക്ക് നടത്തുന്ന ഈ ലോങ് മാർച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിനെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തങ്ങൾക്ക് പ്രത്യേക വിദ്വേഷമൊന്നുമില്ലെന്ന് പ്രക്ഷോഭകർ പറയുന്നുണ്ടെങ്കിലും പാക് പട്ടാളത്തിന്റെ നെഞ്ചിൽ തീകോരിയിടുന്ന സമരവീര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. പട്ടാളത്തിന്റെ കണ്ണീർ പാടങ്ങൾക്കിടയിലൂടെ ജനങ്ങളുടെ വിജയഗാഥയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ മുഴങ്ങി കേൾക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു ജനമുന്നേറ്റമാണ് അവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കാനായി തെരുവുകളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് POKയിൽ ഇത്രയധികം പ്രതിഷേധങ്ങൾ കത്തുന്നത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെയും കാട്ടുനീതിയുടെയും നേർചിത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. POK അസംബ്ലിയിൽ അഭയാർത്ഥികൾക്കായി 12 സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ട് ഇസ്ലാമാബാദിലെ ഭരണകൂടം നടത്തുന്ന നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാന്റെ മറ്റ് പ്രവിശ്യകളിൽ താമസിക്കുന്ന സ്വന്തം ആൾക്കാരെ ഈ സീറ്റുകൾ വഴി തിരികെ കയറ്റി അട്ടിമറി നടത്താനും കശ്മീരി ജനതയെ ചവിട്ടിമെതിക്കാനുമാണ് പാക് സർക്കാർ നോക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ തന്ത്രങ്ങളെല്ലാം ഇന്ന് പാക് ഭരണാധികാരികളുടെ നെഞ്ചിൽ തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് അവിടുത്തെ ജനങ്ങൾ തീർത്തിരിക്കുന്നത്. പണപ്പെരുപ്പം കാരണം ജനം പെരുവഴിയിലായിരിക്കുമ്പോഴും സബ്സിഡി നിരക്കിൽ ഗോതമ്പ് മാവ് പോലുമില്ലാതെ സാധാരണക്കാർ പട്ടിണി കിടക്കുമ്പോഴും സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിക്ക് കനത്ത വില നൽകേണ്ടി വരുന്ന ദുരവസ്ഥയാണ് പാക് അധീന കശ്മീരിലുള്ളത്. ഇതെല്ലാം ചോദ്യം ചെയ്ത ജനങ്ങൾക്ക് നേരെ ഭീകരവിരുദ്ധ നയങ്ങൾ ചുമത്തി വേട്ടയാടാൻ നോക്കിയ പാക് പട്ടാളത്തിന്റെ മുഖത്തേറ്റ ശക്തമായ അടിയാണ് ഈ
ജനകീയ പ്രക്ഷോഭം. കടുത്ത ചൂഷണങ്ങൾക്കും അവഗണനകൾക്കും എതിരെ തല ഉയർത്തിപ്പിടിച്ച് ജനം തെരുവിലിറങ്ങുമ്പോൾ ഭയത്തിന്റെ നിഴലിൽ ഒളിക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണമായി നിസ്സഹായരായി മാറുകയാണ്. ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭരണാധികാരികൾ വിയർക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ ജനങ്ങളെ ചൂഷണം ചെയ്ത ഭരണാധികാരികൾക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. തങ്ങളുടെ നാട്ടിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ വകയില്ലാത്ത രാജ്യത്തെ തീവ്രവാദത്തിന്റെയും അഴിമതിയുടെയും ആഗോള ഹബ്ബാക്കി മാറ്റിയ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് സ്വന്തം ജനങ്ങൾ തന്നെ യഥാർത്ഥ പണി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയെ ഉപദേശിക്കാൻ നടക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവികളുടെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ ലോകത്തിന് കഴിയില്ല. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അന്നം മുടക്കി അധികാരത്തിൽ വാഴാമെന്ന വ്യാമോഹത്തിന് ഇന്ന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അഴിമതിയുടെയും കൊള്ളയുടെയും ആസ്ഥാനമായ ആ രാജ്യത്ത് ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിഷേധം അഗ്നിയായി പടരുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പോലും ഈ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രക്ഷോഭത്തിന്റെ മാതൃക ഏറ്റെടുത്ത് പാകിസ്ഥാനിലെ യുവതലമുറയും തെരുവിലിറങ്ങിയതോടെ പാകിസ്ഥാൻ എന്ന കൃത്രിമ രാഷ്ട്രത്തിന്റെ അടിത്തറ ഇളകി മറിയുകയാണ്. കള്ളക്കഥകളും തോക്കിന്റെ അധികാരവും കൊണ്ട് എത്ര കാലം ജനങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും ഒരു പരിധി കഴിഞ്ഞാൽ ജനങ്ങളുടെ സഹനശക്തി പൊട്ടിത്തെറിക്കുമെന്ന് പാക് ഭരണകൂടം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തീവ്രവാദികളായി മുദ്രകുത്തി വേട്ടയാടിയവർക്ക് ഇന്ന് അതേ ജനം തെരുവിൽ മറുപടി നൽകുന്ന കാഴ്ച അത്യന്തം കൗതുകകരമാണ്. കാലം കരുതി വെച്ച മനോഹരമായൊരു കാഴ്ചയാണിത്. ജനങ്ങളുടെ ഈ കൂട്ടായ്മ പാകിസ്ഥാന്റെ അടിത്തറ തോണ്ടിക്കഴിഞ്ഞു. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ന് പാകിസ്ഥാനെതിരെ പരസ്യമായി കൊടിപിടിക്കുമ്പോൾ അത് പാക് പട്ടാളത്തിന്റെ ഫാസിസ്റ്റ് മുഖത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ്. ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നടക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് പൗരാവകാശങ്ങൾ പോലും നിഷേധിച്ച് ജനങ്ങളെ അടിമകളാക്കി വെച്ച പാകിസ്ഥാൻ സർക്കാരിന്റെ കാപഢ്യമാണ് ഇതിലൂടെ ലോകത്തിനു മുന്നിൽ വീണ്ടും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. പണപ്പെരുപ്പവും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ ജനം ഇനി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ സമരങ്ങൾ. അടിച്ചമർത്തലുകൾ ഏതുവരെ നീണ്ടാലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഉറച്ചാണ് അവിടുത്തെ യുവത്വം ഇന്ന് തെരുവുകളിൽ അണിനിരക്കുന്നത്. ജനങ്ങളുടെ ഈ വിപ്ലവകരമായ മുന്നേറ്റം പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഉയർന്നു വന്ന ഈ യുവജന പ്രക്ഷോഭം ആ രാജ്യത്തിന്റെ സർവനാശത്തിന്റെ തുടക്കമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം നാട്ടിലെ ജനങ്ങളെ ചോരയിൽ മുക്കാൻ നോക്കിയ പാക് ഭരണാധികാരികൾക്ക് വരും ദിനങ്ങളിൽ ഇതിലും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. പട്ടിണിയും പരവട്ടവുമായി വലയുന്ന പാകിസ്ഥാന് ഇതിലും വലിയൊരു തിരിച്ചടി വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രത്തിന്റെ വിധി നടപ്പിലാകുന്ന ഈ നിമിഷത്തിൽ പാക് ഭരണാധികാരികൾക്ക് ഇനി ഓടി ഒളിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം കുഴി തോണ്ടിയവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രതിസന്ധി ലോകത്തിനു മുന്നിൽ അവരുടെ യഥാർത്ഥ മുഖം ഒന്നുകൂടി വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തോന്നലുകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.